അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത പരീക്ഷ കിതാബു താരീഖാണ്. കിതാബു താരീഖിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ആദ്യത്തെ 5 പാഠങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ അൽ മസ്ജിദുൻ നബവി, മുഹാജിറുകളും അൻസാറുകളും, മദീനക്കാർ, സമർപ്പിതരായ സ്വഹാബികൾ എന്നീ 5 പാഠങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത്. ഈ 5 പാഠത്തിൻ്റെയും ഫുൾ റിവിഷൻ വീഡിയോ ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ കേൾക്കുക. നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെ വായിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ. മദീന നിവാസികൾ അതിർത്തിയിൽ സന്തോഷത്തോടെ ഒരു വിശിഷ്ട അതിഥിയെ കാത്തിരിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിൽ നിന്ന് ഹിജറ വരുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതീക്ഷിച്ചുകൊണ്ട് ദിവസവും പകൽ മുഴുവൻ അവരവിടെ നിൽക്കുമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം അവർ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വരുന്നു. ആളുകൾ ആനന്ദത്തോടെ ഓടിയെത്തി. കുട്ടികളും സ്ത്രീകളുമെല്ലാം ബൈത്ത് ചൊല്ലി ദഫ് മുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. ഏത് പാട്ടാണ് അവർ പാടിയത്? طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع. ഈ മനോഹരമായ ബൈത്ത് ചൊല്ലിയാണ് മദീന നിവാസികൾ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചത്. മദീനയിലെ ഖുബായിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പ്രവേശിച്ചത്. ഈ പേരുകളൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം പഠിച്ചു വെക്കണം. അവിടെ ഏതാനും ദിവസം താമസിച്ച് മദീനയിലെ ആദ്യ പള്ളിയായ മസ്ജിദുൽ ഖുബാ നിർമ്മിച്ചു. ശേഷം അവിടെ നിന്ന് പുറപ്പെട്ടു. പോരുന്ന വഴിയിൽ ബത്തുനുൽ വാദിയിൽ വെച്ച് ജുമുഅ നിസ്കരിച്ചു. എവിടെ വെച്ചാണ് ജുമുഅ നിസ്കരിച്ചത്? ബത്തുനുൽ വാദിയിൽ. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പ്രഥമ ജുമുഅ. ആദ്യത്തെ ജുമുഅ ഈ ബത്തുനുൽ വാദിയിൽ വെച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസ്വ ഒട്ടകം, നബി തങ്ങളുടെ ഒട്ടകത്തിന്റെ പേര് ഖസ്വ, മദീനയിലൂടെ മെല്ലെ നടന്നു നീങ്ങി. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളോടൊപ്പം താമസിക്കൂ. എല്ലാവർക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ വീട്ടിലേക്ക് വരാനാണ് ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒട്ടകത്തെ വിട്ടേക്കൂ. അത് നിർദ്ദേശം നൽകപ്പെട്ടതാണ്. അല്ലാഹു തആല കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എവിടെ മുട്ടുകുത്തണം എന്നുള്ളത്. ആദ്യം ഒട്ടകം ഇപ്പോൾ പള്ളി നിൽക്കുന്ന സ്ഥലത്തും പിന്നീട് അബു അയ്യൂബുൽ അൻസാരിയുടെ വീടിന് മുന്നിലും മുട്ടുകുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതാണ് അള്ളാഹു ഉദ്ദേശിച്ച വീട്. അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വളരെ സന്തോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹത്തോടെ സ്വീകരിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ മദീനയിലെ പല പ്രമുഖരും വന്നു. ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ ഞാനും കാണാൻ വന്നു. അവിടുത്തെ മുഖം കണ്ടപ്പോൾ അതൊരു കളവ് പറയുന്നയാളുടെ മുഖമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതായിരുന്നു കേട്ടത്. എന്ത്? യാ അയ്യുഹന്നാസ് അഫ്ശുസ് സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. എന്താണ് അതിന്റെ അർത്ഥം? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശുസ് സലാമ, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. വഅത്ഇമുത് തആം, ദരിദ്രർക്ക് ഭക്ഷണം നൽകുക. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ, രാത്രി ജനങ്ങൾ ഉറക്കത്തിലായിരിക്കെ നിങ്ങൾ നിസ്കരിക്കുക. തദ്ഖുലുൽ ജന്നത ബിസലാമിൻ, എങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാം. ഈ മനോഹരമായ വാക്കുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആദ്യമായി ആ ജൂത പണ്ഡിതൻ കേട്ടത്. യസ്രിബ് എന്നായിരുന്നു മദീനയുടെ ആദ്യ പേര്. മദീനയുടെ ആദ്യ പേര് വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കുക. യസ്രിബ് എന്നായിരുന്നു മദീനയുടെ ആദ്യ പേര്. ഹിജ്റയ്ക്ക് ശേഷമാണ് മദീന എന്ന പേര് വിളിക്കപ്പെട്ടത്.
ശത്രുക്കളുടെ അക്രമങ്ങൾ നിറഞ്ഞ മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീനീ പ്രബോധനം കൂടുതൽ സൗകര്യപ്രദമായി. മദീനയിലെ പുരോഗതികൾ എന്തൊക്കെയാണ്? മതപരമായി സുരക്ഷിതമായ ഇബാദത്തിനായി പള്ളി നിർമ്മിച്ചു. സാമൂഹികമായി മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ സാഹോദര്യമുണ്ടാക്കി. സാംസ്കാരികമായി ദീനീ പഠന സംവിധാനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ മതപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ആരാണ് മുഹാജിറൂൻ എന്ന് പറഞ്ഞാൽ? മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബികൾക്കാണ് മുഹാജിരീങ്ങൾ എന്ന് പറയുന്നത്. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സഹാബികളാണ്. ഇനി തദ്രീബാത്ത് പൂരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുടെ വീട്ടിലാണ് താമസിച്ചത്? അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് താമസിച്ചത്. അബ്ദുല്ലാഹിബ്നു സലാം എന്നയാള് ജൂത പണ്ഡിതനായിരുന്നു. ഇനി അഫ്ഷുസ്സലാമ, ആ ജൂത പണ്ഡിതൻ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ ആദ്യമായി കേട്ടത് ഇതാണ് എന്ന് പറഞ്ഞത് എന്താണ്? അഫ്ഷുസ്സലാമ വഅത്ഇമുത് തആമ വസിലുൽ അർഹാമ വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസ്വ എന്ന ഒട്ടകത്തിന്റെ പുറത്തേറിയാണ് വന്നത്. ഇനി മക്ക ജീവിതവും മദീന ജീവിതവും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്ന ടേബിൾ പൂർത്തിയാക്കുക. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായി ആരാധിക്കാൻ പ്രയാസപ്പെട്ടു, അല്ലെ? അതുപോലെ ശത്രുക്കളുടെ എതിർപ്പുകൾ നേരിട്ടു. രഹസ്യമായി ദീന് പഠിച്ചു. മുസ്ലിങ്ങൾ വളരെ കുറവായിരുന്നു. ഇതൊക്കെ മക്കയിൽ നേരിട്ട പ്രയാസങ്ങളാണ്. എന്നാൽ മദീനയിലോ സുരക്ഷിതമായ ഇബാദത്തിനായി പള്ളി നിർമ്മിച്ചു. മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ സാഹോദര്യമുണ്ടാക്കി. അതുപോലെ ഔദ്യോഗികമായി ദീനീ പഠന സംവിധാനങ്ങൾ ഉണ്ടാക്കി. മുസ്ലിങ്ങൾ വളരെ കൂടുതലായിരുന്നു മദീനയിൽ. അങ്ങനെ എല്ലാ നിലക്കും ദീനീ പ്രബോധനത്തിനുള്ള അവസരങ്ങൾ മദീനയിൽ തുറക്കപ്പെട്ടു. ഇനി ശരിയും തെറ്റും രേഖപ്പെടുത്താം. ഹിജ്റക്ക് മുമ്പ് തന്നെ മദീനക്ക് ആ പേര് ലഭിച്ചിരുന്നു. ശരിയാണോ? അല്ല, ഹിജ്റക്ക് ശേഷമാണ് മദീന എന്നുള്ള പേര് ലഭിച്ചത്. അതിനു മുമ്പ് മദീനയുടെ പേരെന്തായിരുന്നു? യസ്രിബ് എന്നായിരുന്നു. ഹിജ്റക്ക് ശേഷം മദീന മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു. ശരി, ഹിജ്റക്ക് മുമ്പ് മദീനയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് തെറ്റ്. മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ചർച്ച ചെയ്യുക. ഒട്ടകത്തെ വിട്ടേക്കൂ, അത് നിർദ്ദേശം നൽകപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കേണ്ട സ്ഥലം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നിശ്ചയിക്കപ്പെട്ടത് എന്നും അതുപോലെ തീരുമാനത്തിൽ മനുഷ്യർക്ക് ഇടപെടാൻ കഴിയില്ല എന്നുമൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തിൽ പറഞ്ഞ 4 കാര്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ 4 കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരുമായും അള്ളാഹുവുമായും നല്ല ബന്ധമുണ്ടാക്കാൻ സാധിക്കും. ഇതുവഴി സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതുമാണ്. ഈ ഉപദേശത്തിന്റെ പ്രത്യേകത അതാണ്. ഇനി അടുത്തത് യോജിപ്പിക്കുക. അഫ്ഷുസ്സലാമ ഡാഷ്. എന്താണ് അഫ്ഷുസ്സലാം എന്ന് പറഞ്ഞാൽ? സലാം വ്യാപിപ്പിക്കൽ. അത്ഇമുത് തആം എന്ന് പറഞ്ഞാൽ ഭക്ഷണം സദഖ ചെയ്യൽ. സിലുൽ അർഹാം കുടുംബ സന്ദർശനം അല്ലെങ്കിൽ കുടുംബ ബന്ധം ചേർക്കൽ. അൽ മുഹാജിറൂൻ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് വന്നവർ, അൽ അൻസാർ മദീനയിൽ സ്വീകരിച്ചവർ. ഇതാണ് ഒന്നാമത്തെ പാഠം. ഇനി രണ്ടാമത്തെ പാഠം അൽ മസ്ജിദുൻ നബവി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ മസ്ജിദുൻ നബവിയുടെ ഫോട്ടോ ഇവിടെ തന്നിട്ടുണ്ട്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ചെയ്തത് എന്തായിരുന്നു? വീടോ കച്ചവട സ്ഥാപനമോ നിർമ്മിക്കുകയായിരുന്നു? അല്ല. മുസ്ലിങ്ങൾക്ക് ഇബാദത്തിനായി ഒത്തുകൂടാനും ദീൻ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന ഒരു പള്ളി പണിയുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. അവിടെ ഉണ്ടായിരുന്ന കാരക്ക ഉണക്കുന്ന ഒരു സ്ഥലം അവർ കാണിച്ചു കൊടുത്തു. ബനു നജ്ജാർ ഗോത്രക്കാർ ആ സ്ഥലം ദാനമായി കൊടുക്കാൻ തയ്യാറായി. ഏത് ഗോത്രക്കാരാണ്? ബനു നജ്ജാർ ഗോത്രക്കാർ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്തത്. അതിനാവശ്യമായ പണം നൽകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സഹാബികൾ കല്ലുകളും മണ്ണും ശേഖരിച്ച് പള്ളി നിർമ്മാണം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും
കല്ലുകൾ ചുമക്കുകയും നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. നിർമ്മാണത്തിനിടെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു: അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. എല്ലാം അനുയായികളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന നേതാവിനെയല്ല, പകരം കൂടെ പണിയെടുത്ത് അവർക്ക് ആവേശം പകരുന്ന നേതാവിനെയാണ് ഇവിടെ കാണുന്നത്. കാരണം മസ്ജിദ് നബവിയുടെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. എല്ലാവരും ഇഖ്ലാസോടെ ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു. കല്ലും മണ്ണും ഉപയോഗിച്ചുള്ള ചുമരുകളും ഈന്തപ്പനയുടെ മേൽ കൂരയുമായിരുന്നു പള്ളിക്കുണ്ടായിരുന്നത്. മദീന പള്ളി നിസ്കാര കേന്ദ്രം മാത്രമായിരുന്നില്ല, അതൊരു വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചന ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങി മദീനയിലെ ഇസ്ലാമിക കേന്ദ്രം കൂടിയായിരുന്നു. അപ്പോൾ കേവലം ഒരു പള്ളി മാത്രമായിരുന്നില്ല, മറിച്ച് ഈ കാര്യങ്ങൾക്കൊക്കെ മദീന പള്ളിയെ ഉപയോഗിച്ചിരുന്നു. ഇനി തദ്രീബാത്ത്. ഒന്നാമത്തത് പൂരിപ്പിക്കുക. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ചെയ്തത് പള്ളി നിർമ്മിക്കുകയായിരുന്നു. രണ്ടാമത്തത് കല്ലുകളും മണ്ണും ഉപയോഗിച്ചാണ് പള്ളി ഉണ്ടാക്കിയത്. ചർച്ച ചെയ്യുക. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയപ്പോൾ ആദ്യം പള്ളിയാണ് നിർമ്മിച്ചത്. കാരണം എന്തായിരിക്കും? മുസ്ലിങ്ങൾക്ക് ഒത്തുകൂടാനും ദീനി കാര്യങ്ങൾ പഠിക്കാനും ഭരണപരമായ കാര്യങ്ങൾ കൂടിയാലോചിക്കാനും വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തിയ ഉടനെ പള്ളി നിർമ്മിച്ചത്. ഇനി ഭൂമി ദാനം കൊടുക്കാൻ അവർ തയ്യാറായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വില കൊടുത്തു വാങ്ങിയതിലെ ഗുണപാഠം എന്തായിരിക്കും? മറ്റുള്ളവരുടെ സാധനങ്ങൾ നമ്മൾ അനുവാദമില്ലാതെ എടുക്കരുത് എന്നാണ് ഇതിലെ പ്രധാന ഗുണപാഠം. ആ സ്ഥലം 2 അനാഥ കുട്ടികളുടേതായതുകൊണ്ട് അവർക്ക് വിഷമമുണ്ടാകരുത് എന്ന് കരുതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണം നൽകിയത്. നമ്മളും മറ്റുള്ളവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് പ്രയാസമില്ലെന്ന് ഉറപ്പുവരുത്തണം, അന്യന്റെ അവകാശങ്ങൾ മാനിക്കണമെന്നുമൊക്കെ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നേതാവിനെ ഈ ചരിത്രത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അധികാരം ഉപയോഗിച്ച് ആജ്ഞാപിക്കുന്നവനല്ല, മറിച്ച് തന്റെ അനുയായികളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന കരുണാനിധിയായ ഒരു ജനനായകനായിട്ടാണ് ഈ ചരിത്രത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരച്ചു കാട്ടുന്നത്. ഇനി മൂന്നാമത്തത് ഉത്തരമെഴുതാം. മസ്ജിദ് നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായത് ആരാണ്? ബനു നജ്ജാർ ഗോത്രക്കാർ. 2 മസ്ജിദ് നബവി നിസ്കാരത്തിന് പുറമെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അന്ന് ഉപയോഗപ്പെടുത്തിയത്? മസ്ജിദ് നബവി നിസ്കാര കേന്ദ്രം മാത്രമായിരുന്നില്ല, അതൊരു വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചന ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങി മദീനയിലെ ഇസ്ലാമിക കേന്ദ്രം കൂടെയായിരുന്നു മസ്ജിദ് നബവി. ഇനി പള്ളിയുടെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് പങ്കെടുത്തത്? എല്ലാം അനുയായികളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന നേതാവിനെയല്ല, പകരം കല്ലുകൾ ചുമക്കുകയും നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത് അവർക്ക് ആവേശം പകരുന്ന നേതാവായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി അടുത്തത് മൂന്നാമത്തെ പാഠം, മുഹാജിറുകളും അൻസാറുകളും. കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു മുൻ പരിചയവുമില്ലാത്ത ഒരാൾക്ക് ആരെങ്കിലും സ്വന്തം സമ്പത്തിന്റെ നേർപകുതി ദാനം ചെയ്യുമോ? ഇക്കാലത്ത് ഇങ്ങനെയൊരു കാര്യം സങ്കല്പിക്കാനാകുമോ? ചരിത്രത്തിൽ മറ്റൊരിടത്തും കാണാനാകാത്ത മനോഹരമായ സംഭവങ്ങൾ മദീനയിൽ ഹിജ്റയ്ക്ക് ശേഷം കാണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളെയും അൻസാറുകളെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സഹോദരങ്ങളാക്കി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആരാണ് മുഹാജിറുകൾ? മക്കയിൽ നിന്ന് ഹിജ്റ വന്നവരാണ് മുഹാജിറുകൾ. അവരെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബികളാണ് അൻസാരികൾ. ഓരോ മുഹാജിറിനും അൻസാറുകളിൽ നിന്ന് ഒരു സഹോദരനുണ്ടായി. അവർ പരസ്പരം ഒരു കുടുംബം പോലെ വീടും ഭക്ഷണവും പങ്കിട്ടു. ഈമാനായിരുന്നു ആ സാഹോദര്യത്തിന്റെ മാനദണ്ഡം. മക്കയിലെ ധനികനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ മദീനയിലെ സമ്പന്നനായ സഹാബി സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മദീനയിലെ ഒരു ധനികനാണ്, എന്റെ സമ്പത്തിന്റെ പകുതി നിങ്ങൾ എടുക്കുക. എനിക്ക് 2 ഭാര്യമാരുണ്ട്, അവരിൽ ഒരാളെ ഞാൻ വിവാഹമോചനം ചെയ്ത് നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ അവസരമൊരുക്കാം. എന്തൊരു സ്നേഹമാണ്! മക്കയിൽ നിന്ന് മുഹാജിറായി വന്ന ഹിജ്റ വന്ന മുഹാജിരീങ്ങളോട് അൻസാറുകൾ കാണിക്കുന്ന വല്ലാത്ത സ്നേഹമാണ് നമ്മളിവിടെ കാണുന്നത്.
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. അങ്ങനെ അദ്ദേഹം സ്വന്തമായി കച്ചവടം ചെയ്ത് മദീനയിലെ വലിയ സമ്പന്നനായി തീർന്നു. ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. തനിക്കൊരു മുഹാജിറിനെ സഹോദരനായി കിട്ടിയെങ്കിലെന്ന് ആത്മാർത്ഥമായി അൻസാരി ആഗ്രഹിക്കുന്നു. എന്നാൽ മുഹാജിറോ കിട്ടിയ അവസരം ചൂഷണം ചെയ്യാതെ ആത്മാഭിമാനത്തോടെ സ്വയം ജീവിതമാർഗം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സാഹോദര്യം മദീനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. പരോപകാരവും സ്നേഹവും വ്യാപിച്ചു. അഭയം തേടി വന്നവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കി. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. കച്ചവടത്തിലും കൃഷിയിലുമുള്ള സഹകരണം, എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി നൽകി. ഇതൊക്കെ മദീനയിലുണ്ടായ മാറ്റങ്ങളാണ്. ഇനി തദ്രീബാത്ത് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഇടയിലുള്ള സാഹോദര്യത്തിന്റെ മാനദണ്ഡം എന്തായിരുന്നു? ഈമാനായിരുന്നു. 2, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച അൻസാരി കൂട്ടുകാരൻ ആരാണ്? സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു എന്തൊക്കെയാണ് മുഹാജിറിന് പങ്കുവെക്കാൻ തയ്യാറായത്? തന്റെ സമ്പത്തിന്റെ പകുതി, 2 ഭാര്യമാരിൽ ഒരാളെ വിവാഹം കഴിക്കാൻ അവസരം, ഇതൊക്കെ തന്റെ മുഹാജിറായ സഹോദരന് സഅദ് റളിയല്ലാഹു അൻഹു നൽകാൻ തയ്യാറാവുകയായിരുന്നു. ഇനി ആലോചിച്ച് പറയുക, മദീനയിലെത്തിയപ്പോൾ മുഹാജിറുകളുടെ അവസ്ഥ എന്തായിരുന്നു? കയ്യിൽ പണമോ ഭക്ഷണമോ മറ്റു സമ്പാദ്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തമായി പാർപ്പിടമില്ലാതെ മദീനയിലെ അൻസാറുകളുടെ വീട്ടിലാണ് അവർ താമസിക്കേണ്ടി വന്നത്. തുടക്കത്തിൽ അവർക്ക് സ്വന്തമായി വരുമാന മാർഗങ്ങളോ ജോലിയോ ഉണ്ടായിരുന്നില്ല. മദീനയിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് തുടക്കത്തിൽ പലർക്കും പനിയും മറ്റു അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതൊക്കെ പൊരുത്തപ്പെട്ട് അവർ മുന്നേറി. രണ്ടാമത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഓഫർ നിരസിച്ചത്? മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാതെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ആ ഒരു ഓഫർ ഇവിടെ നിരസിച്ചത്. പകരം അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടത്? പകരം കച്ചവടം ചെയ്യാൻ മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തരാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇനി ഈ ചരിത്രത്തിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്ന 2 നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പരസ്പര സ്നേഹവും സഹായിക്കാനുള്ള മനസ്സും അതുപോലെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാനുള്ള മനോഭാവം. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ. ഇനി അടുത്തത് 4ാമത്തെ പാഠം, മദീനക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ വരുമ്പോൾ മദീനയിൽ മുസ്ലിങ്ങൾ വളരെ ന്യൂനപക്ഷമായിരുന്നു. എന്നിട്ടും മദീന ദഅവത്തിന് അനുയോജ്യമായ നാടായി. ദഅവത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് അനുയോജ്യമായ നാടായി. മദീനയിൽ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകൾ താമസിച്ചിരുന്നു. ഏതൊക്കെയാണത്? ഔസ്, ഖസറജ് ഗോത്രങ്ങളിലെ അൻസാറുകളായ മുസ്ലിങ്ങൾ, അതുപോലെ ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ എന്നീ ജൂതഗോത്രങ്ങൾ, ഇതുവരെ ഇസ്ലാമിലേക്ക് മതം മാറിയിട്ടില്ലാത്ത ബഹുദൈവ വിശ്വാസികൾ, അങ്ങനെ പലരും നിറഞ്ഞതായിരുന്നു മദീന. വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ളവരെല്ലാം ഒരേ സ്ഥലത്ത് താമസിക്കുമ്പോൾ അവരുടെ ജീവിതം ക്രമീകരിക്കാനും തർക്കങ്ങളില്ലായ്മ ചെയ്യാനും ഒരു സംവിധാനം ആവശ്യമായി വരുമല്ലോ. അതിനായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാറുണ്ടാക്കി. അത് പിന്നീട് മദീന കരാർ എന്നറിയപ്പെട്ടു. എന്തൊക്കെയാണ് കരാറിന്റെ ഉള്ളടക്കങ്ങൾ? മുസ്ലിങ്ങളും ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളും ഒരു ദേശത്തെ ജനങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടേതായ മതങ്ങളുണ്ട്. മദീനയെ സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും കടമയാണ്. മദീന നിവാസികൾ ആരും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാൻ പാടില്ല. അവർ ഒരു അക്രമിയെയും സഹായിക്കാനും പാടില്ല. അങ്ങനെ മദീന സുരക്ഷിതത്വം നിറഞ്ഞ ഒരു സ്ഥലമായി മാറി. ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ഈ കരാറിന് സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ആളുകൾക്കും നീതിയും സമാധാനവും ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്, ഈ മദീന കരാർ. ഈ മദീന കരാറിനെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടനയാണ് ഈ മദീന കരാർ. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു.
നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ചു. ഈ പോയിന്റുകളൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം അടിവരയിട്ട് പഠിച്ചു വെക്കുക. ഇനി തദ്രീബാത്ത്, ശരിക്ക് ശരിയും തെറ്റിന് തെറ്റും അടയാളപ്പെടുത്തുക. 1. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഇതര മതസ്ഥരോട് സൗഹൃദം സ്ഥാപിച്ചു. ശരിയാണോ? ശരി. 2. മദീന കരാർ മുസ്ലിങ്ങളുടെ സുരക്ഷ മാത്രമാണ് പരിഗണിച്ചത്. അല്ല, അവിടെ താമസിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും സുരക്ഷയെ പരിഗണിച്ചിട്ടുണ്ട്. 3. അൻസാറുകൾ ഔസ് ഖസറജ് ഗോത്രക്കാരായിരുന്നു. ശരി. 4. മദീന കരാർ എല്ലാവരുടെയും അവകാശങ്ങളെ പരിഗണിച്ചിരുന്നു. ശരി. ഇനി ചർച്ച ചെയ്യാം. മദീന കരാറിന്റെ അനിവാര്യത എന്തായിരുന്നു? മദീനയിലുണ്ടായിരുന്ന വ്യത്യസ്ത മതക്കാരും ഗോത്രക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനും എല്ലാവർക്കും നീതിയും മതസ്വാതന്ത്ര്യവും ഉറപ്പാക്കാനും മദീനയെ ശത്രുക്കളിൽ നിന്ന് ഒന്നിച്ചു ചേർന്ന് സംരക്ഷിക്കാനും ഒക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന കരാർ ഉണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധം മദീന കരാറിലൂടെ എങ്ങനെ വായിച്ചെടുക്കാം? മദീനയിലെ മുസ്ലിങ്ങൾക്ക് നൽകിയ അതേ സ്വാതന്ത്ര്യം, അവകാശം, സുരക്ഷിതത്വം അവിടെയുള്ള മറ്റു മതക്കാർക്കും ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കരാറുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ സ്വന്തം മതക്കാരെ മാത്രം നോക്കാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കി എന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ നീതിബോധം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 3. ഈ കരാറിലെ മൂല്യങ്ങളുടെ ഇക്കാലത്തെ പ്രസക്തി ഇന്ത്യൻ സാഹചര്യത്തിൽ ചർച്ച ചെയ്യുക. ഭിന്നതകൾ മറന്ന് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കിക്കൊണ്ട് ഒന്നിച്ച് ജീവിക്കുക എന്നതാണ് മദീന കരാറിന്റെ സന്ദേശം. വൈവിധ്യത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ ആശയത്തെ ബലപ്പെടുത്താൻ മദീന കരാറിലെ സമത്വം, മതസ്വാതന്ത്ര്യം, അതുപോലെ പരസ്പര ബഹുമാനം, സഹവർത്തിത്വം എന്നീ മൂല്യങ്ങൾ ഇക്കാലത്ത് വളരെ സഹായിക്കും. ഉത്തരം എഴുതുക. മദീനയിലെ പ്രധാന ജൂതഗോത്രങ്ങൾ ഏതെല്ലാം? ബനു ഖൈനുഖാ, ബനു നളീർ, ബനു ഖുറൈള. 2. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ചെയ്തത്? വിവിധ വിഭാഗങ്ങൾക്കിടയിലെ തർക്കങ്ങൾ ഇല്ലാതാക്കാൻ വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് മദീന കരാർ ഉണ്ടാക്കുകയും എല്ലാവർക്കും തുല്യനീതിയും മതസ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്തു. ഇനി മദീന കരാറ് കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാം? മദീന സുരക്ഷിതത്വം നിറഞ്ഞൊരു സ്ഥലമായി മാറി. ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി മദീന മാറി. ആളുകൾ പരസ്പര ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ഈ കരാറിന് സാധിച്ചു. ഇനി അടുത്തത് അവസാനത്തെ പാഠം, സമർപ്പിതരായ സഹാബികൾ. സഹാബികളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? ആരാണ് സഹാബി എന്ന് പറഞ്ഞാൽ? വിശ്വാസത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും ആ വിശ്വാസത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുന്നത്. അല്ലെ? പണമോ അധികാരമോ സുഖ സൗകര്യങ്ങളോ ആഗ്രഹിച്ചാണോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയത്? അല്ല. അള്ളാഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും തൃപ്തിയും ദീനിന്റെ ഇസ്സത്തുമായിരുന്നു അവരുടെ ലക്ഷ്യം. അവരെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു. അതിനായി എന്ത് ത്യാഗവും സഹിക്കാൻ അവർ സന്നദ്ധരായി. മദീനയിലെത്തി 2-ാം വർഷം തന്നെ മുസ്ലിങ്ങൾക്ക് മക്കയിലെ ഖുറൈശികളുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ബദർ എന്ന സ്ഥലത്ത് വെച്ച് നടന്നതിനാൽ ബദർ യുദ്ധം എന്ന പേരിലാണ് ഇത് ചരിത്രത്തിൽ അറിയപ്പെട്ടത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രഥമ പോരാട്ടമാണ് ബദർ യുദ്ധം. കച്ചവടം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഖുറൈശികളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് തിരിച്ചുപിടിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബദറിലേക്ക് പോയത്. എന്നാൽ ശത്രുക്കൾ ഇതറിഞ്ഞ് സർവ്വസന്നാഹങ്ങളുമായി യുദ്ധത്തിനിറങ്ങിയതായിരുന്നു. യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിന്റെ ഒരു കാരണം വിദ്യാർത്ഥികളോട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, മക്കയിൽ നിന്ന് എല്ലാം ഒഴിവാക്കി ഉപേക്ഷിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. എന്നാൽ ഈ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് ഉപയോഗിച്ചാണ് മക്കയിലെ ഖുറൈശികൾ ബിസിനസ് നടത്തുന്നത്. അങ്ങനെ അവർ ലാഭം കൊയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരുങ്ങി പുറപ്പെട്ടത്. എന്നാൽ ഈ വിവരമറിഞ്ഞ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം വേറെ വഴിക്ക്
മക്കയിലേക്ക് അവർ രക്ഷപ്പെട്ടു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും ഇവരാക്രമിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത് അബൂജഹലും ടീമും അറിഞ്ഞതോടുകൂടെ വലിയ സർവ്വസന്നാഹങ്ങളുമായി പരിശുദ്ധമായ ഇസ്ലാമിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി അവർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഇതാണ് ബദർ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം. അവിചാരിതമായി യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ സഹാബത്ത് ഉറച്ച ഈമാനോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്നു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ധൈര്യത്തോടെ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, മൂസ അലൈഹിസലാമിനോട് അവിടുത്തെ ജനത നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. മറിച്ച് നിങ്ങളുടെ മുന്നിലും പിന്നിലും വലതുവശത്തും ഇടതുവശത്തും ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് നടത്തിയ ദുആ പ്രസിദ്ധമാണ്. അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാകില്ല. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന്റെ മുമ്പ് നടത്തിയ ദുആ. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും ഈമാനിന്റെ കാരണക്കാർ കൂടിയാണ് ബദരീങ്ങൾ. ശത്രുക്കളെക്കാൾ എണ്ണം കൊണ്ടും ആയുധം കൊണ്ടും വളരെ കുറവായിട്ടും ബദറിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹു വലിയ വിജയം നൽകി. മലക്കുകളെ ഇറക്കി അള്ളാഹു മുസ്ലിങ്ങളെ സഹായിച്ചു. ബദർ യുദ്ധം ചരിത്രം വിശാലമാണ്, വിദ്യാർത്ഥികൾ അതൊക്കെ അറിഞ്ഞിരിക്കുക. ബദർ യുദ്ധം തീയതി എന്നാണ് നടന്നത്? ഹിജ്റ 2-ാം വർഷം റമദാൻ 17-നാണ്. എണ്ണം മുസ്ലിങ്ങൾ 313, ശത്രുക്കൾ 1000. ശുഹദാക്കൾ മുസ്ലിങ്ങളെ ഭാഗത്തു നിന്ന്, സഹാബികളെ ഭാഗത്തു നിന്ന് എത്ര ആളുകളാണ് ഷഹീദായത്? 14 സഹാബികൾ. ശത്രുക്കൾ 70 പേര് കൊല്ലപ്പെട്ടു, 70 പേര് തടവിലായി. തടവിലാക്കപ്പെട്ടവരിൽ ചിലർ പണം അടച്ചു മോചിതരായി. മറ്റുള്ളവർ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചും മോചിതരായി. ഫലം, മുസ്ലിങ്ങളുടെ മനോവീര്യം ഉയർന്നു, ഖുറൈശികളുടെ ശക്തി ചോർന്നു. കാരണം ഖുറൈശി പ്രമുഖന്മാരായ അബൂജഹൽ, ഉതുബത്ത്, ഷൈബത്ത്, അവരുടെ പ്രമുഖരെല്ലാം ഈ ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ മനോധൈര്യമൊക്കെ നശിച്ചുപോയി. മുസ്ലിങ്ങൾക്ക് ഈ വിജയം ദീനി ദഅവത്തിന് കൂടുതൽ സഹായകമായി. ഇതാണ് ബദർ യുദ്ധഭൂമി. ഈ ഫോട്ടോ വിദ്യാർത്ഥികൾ നോക്കുക, ഇതാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം. അല്ലാഹു തആല പോകാനും കാണാനും ഒക്കെ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉത്തരം പറയുക. ബദറിൽ പങ്കെടുത്ത മുസ്ലിങ്ങളുടെ എണ്ണം എത്രയാണ്? 313. ഹിജ്റ എത്രാം വർഷമാണ് ബദർ യുദ്ധം നടന്നത്? ഹിജ്റ 2-ാം വർഷം. ബദർ തടവിലാക്കപ്പെട്ട ശത്രുക്കൾ എങ്ങനെയാണ് മോചിതരായത്? ചിലർ പണം കൊടുത്തും മറ്റു ചിലർ എഴുത്തും വായനയും പഠിപ്പിച്ചും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും എന്തിനായിരുന്നു ബദറിലേക്ക് പുറപ്പെട്ടത്? കച്ചവടം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഖുറൈശികളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് തിരിച്ചു പിടിക്കാനാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പുറപ്പെട്ടത്. ഇനി ആലോചിച്ച് പറയാം, ബദറിൽ മുസ്ലിങ്ങളുടെ വിജയ രഹസ്യം എന്തായിരുന്നു? ഉറച്ച ഈമാനായിരുന്നു. ആയുധങ്ങളും ആളുകളും ഒക്കെ കുറവായിരുന്നിട്ടും സഹാബികൾക്കുണ്ടായത് ഏറ്റവും വലിയ ആയുധം എന്തായിരുന്നു? അള്ളാഹുവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുമുള്ള ഉറച്ച വിശ്വാസമായിരുന്നു. മുസ്ലിങ്ങൾക്ക് ബദരീങ്ങളോടുള്ള കടപ്പാട് എന്താണ്? ആ ബദറിലെങ്ങാനും സഹാബത്ത് പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് അല്ലാഹ് എന്ന് പറയാൻ ഒരാളുണ്ടാകുമായിരുന്നില്ല. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീൻ നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരാണ്? അത് ബദരീങ്ങളാണ്. ബദറിലെ വിജയം മുസ്ലിങ്ങൾക്കുണ്ടാക്കിയ നേട്ടങ്ങൾ എന്താണ്? മുസ്ലിങ്ങൾക്ക് അവരുടെ മനോവീര്യം ഉയർന്നു. അതുപോലെ ഇസ്ലാമിന്റെ ദഅവത്തിന്, ഇസ്ലാമിന്റെ പ്രചാരണത്തിന് ഇത് കൂടുതൽ സഹായകമായി. അങ്ങനെ പല നേട്ടങ്ങളും ബദർ യുദ്ധത്തിലൂടെ മുസ്ലിങ്ങൾക്ക് കൈവന്നിട്ടുണ്ട്. ഇത്രയും പാഠങ്ങളാണ് ഈ താരീഖിൽ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. താരീഖാണ്. നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെ എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെയൊക്കെ ദുആകളിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.